പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഈ കേരള സംസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഈ പിന്നോട്ട് പോയ നേതാക്കൾ, ജനങ്ങൾ അവഗണിച്ച നേതാക്കൾ പിന്നെയും മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ് വർഗീയത പറയുക എന്നുള്ളത്. അതിൽ വിജയിച്ച ഒരു നേതാവാണ് PC ജോർജ്. പിന്നെ അത് എടുത്ത് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാമുദായിക സംഘടനാ നേതാവാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ. അത് സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരാളാണ് ഇപ്പോൾ സുരേന്ദ്രൻ. സുരേന്ദ്രൻ എന്ന വ്യക്തി ഇപ്പോൾ മലപ്പുറത്തെ കുറിച്ച് പറയാൻ അദ്ദേഹത്തിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം അദ്ദേഹം കഴിഞ്ഞ ടേം വരെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. പിന്നീട് ഇപ്പൊ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ഒരു കൊടി പോലും കുത്താത്ത, ഒരു പ്രകടനം പോലും നടത്താത്ത, പാർട്ടിയുടെ അടിത്തട്ടിലുള്ള പ്രവർത്തകരെ നേരിട്ട് പോലും അറിയാത്ത രാജീവ് ചന്ദ്രശേഖരൻ എന്ന വ്യക്തി പണമുണ്ട് എന്ന കാരണത്താൽ കൊണ്ട് മാത്രം ഒരു സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അതുവരെയുള്ള മോഹം അദ്ദേഹം തുടരുമെന്നാണ്. പക്ഷെ അദ്ദേഹം അതിൽ നിന്ന് പിന്നോട്ട് പോയി. അദ്ദേഹം ഇങ്ങനെയും ആഗ്രഹിച്ചിട്ടുണ്ടാവും ഒരു കേന്ദ്രമന്ത്രി എന്ന സ്ഥാനം. പക്ഷെ അതും ഇതേപോലുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു സുരേഷ് ഗോപി. അദ്ദേഹത്തിന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് വെച്ച് തൃശ്ശൂരിൽ വിജയിക്കുകയും പിന്നീട് അദ്ദേഹത്തെ ഒരു കേന്ദ്രമന്ത്രിയായി ചുമതലപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ജോർജ് കുര്യൻ എന്ന വ്യക്തി ഈ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തെ BJPയോട് അടുപ്പിക്കും എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിനും കൊടുത്തപ്പോൾ ഇവിടെ BJPക്ക് വേണ്ടി പണിയെടുത്ത കുറെ നേതാക്കന്മാർ യാതൊരു ശ്രദ്ധയുമില്ലാതെ തിരശ്ശീലയ്ക്ക് പിന്നിൽ പോയി. ആ തിരശ്ശീലയ്ക്ക് പിന്നിൽ പോയ നേതാവെന്ന നിലയ്ക്ക് സുരേന്ദ്രന്റെ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ഒരു വർത്തമാനം മാത്രമാണ് മലപ്പുറത്തെ കുറിച്ചുള്ള വർത്തമാനം. ഇന്ന് അദ്ദേഹം പറഞ്ഞ വർത്തമാനം കാലങ്ങളായി ഈ വാട്സപ്പിലൂടെ BJP ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്ന ഒരു സന്ദേശമാണ്. അതിനെ മലപ്പുറത്തെ ആളുകൾ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ കാര്യം എന്ന് പറയുന്നത്, വെള്ളാപ്പള്ളി നടേശൻ ഈ പ്രസ്താവന നടത്തുന്നതിന്റെ തലേ ദിവസം ഈ രാജീവ് ചന്ദ്രശേഖരൻ എന്ന വ്യക്തിയുമായിട്ടും BJP നേതാക്കളുമായിട്ട് സംസാരിച്ചതിന്റെ പിറ്റേ ദിവസമാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. നമ്മളൊരു സിനിമ കണ്ടാൽ ആ സിനിമ നമ്മളെ സ്വാധീനിക്കും. നമ്മൾ ആ ഒരു ദിവസമോ 2 ദിവസമോ അതിലെ പാട്ടുകളും ഡയലോഗുകളും നമ്മുടെ മനസ്സിൽ നാവിൽ അറിയാതെ വന്നു പോകും. അങ്ങനെ ഈ BJP നേതാക്കളെ കണ്ടപ്പോൾ അതിൽ സ്വാധീനിച്ച് വെള്ളാപ്പള്ളി നടേശന്റെ ഉള്ളിലുള്ള വർഗീയതയുമായപ്പോൾ അദ്ദേഹവും ഇങ്ങനെ ഇത് മലപ്പുറത്തെ കുറിച്ച് പരാമർശിച്ചിട്ടാണ്. അദ്ദേഹം ഈ സ്വാധീന ശക്തി കൊണ്ട് മാത്രമാണ് എന്ന് പറയുന്നില്ല, അദ്ദേഹം നിരവധി തവണ ഈ വർഗീയത പണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ 30ാമത്തെ വാർഷികം ആഘോഷിക്കാൻ സജി ചെറിയാൻ പോകുമെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ മുഖ്യമന്ത്രി പോകും. പക്ഷെ ഇവർ പോയാൽ തന്നെ ഈ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച്, ഈ മതേതര കേരളത്തിന് അദ്ദേഹം ചെയ്ത സംഭാവനകൾ, പ്രത്യേകിച്ച് നൗഷാദിന്റെ മരണവേളയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ മലപ്പുറത്തിനെ കുറിച്ച് അദ്ദേഹം കുറേയേറെ വിവാദ പ്രസ്താവനകൾ ഈ മാധ്യമങ്ങൾ ഇടയ്ക്കിടെ കാണിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞുകൊണ്ട് വിസ്തരിച്ചുകൊണ്ട് ഈ CPM നേതാക്കൾ പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് വർണ്ണിച്ച് പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നിരുന്നാലും കേരളത്തിന്റെ മാത്രം പ്രത്യേകത അല്ല, ഈ തിരശ്ശീലക്ക് പിന്നിൽ പോകുന്ന രാഷ്ട്രീയ നേതാക്കൾ ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയാൻ അവർക്ക് സ്വന്തം നിലക്ക് ഒന്നും ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഇല്ലാത്ത വർഗീയത പറയുകയും ആ വർഗീയത പറയുമ്പോൾ അവരെ 1-2 ദിവസം ചർച്ചയ്ക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുകയും അങ്ങനെ താൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിയിക്കാനുള്ള ഒരു പൊറാട്ട നാടകം മാത്രമാണ് ഈ സുരേന്ദ്രന്റെയും വെള്ളാപ്പള്ളി നടേശന്റെയൊക്കെ ലക്ഷ്യം. അല്ലെങ്കിൽ മലപ്പുറത്തെ കുറിച്ച് അറിയുന്നവർക്ക്, അല്ലെങ്കിൽ മലപ്പുറത്ത് ജീവിക്കുന്നവർ തന്നെ മലപ്പുറത്തിന്റെ വിവാദത്തിന് അനുസരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളാപ്പള്ളി നടേശൻ സാമൂഹ്യനീതിയെ കുറിച്ച് പറയേണ്ടത് മലപ്പുറത്ത് നിന്ന് മാത്രമല്ല, കേരളത്തിന്റെ മൊത്തം അന്തരീക്ഷത്തിൽ നിന്നാണ് അത് പറയേണ്ടത്. ആ സാമൂഹ്യനീതിയുടെ ചർച്ച ഇപ്പോൾ കേരളത്തിൽ സംസാരിക്കുകയാണെങ്കിൽ അത് മതന്യൂനപക്ഷങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ചർച്ചയായിട്ട് മാറുകയാണ് ഉണ്ടാവുക. എന്നിരുന്നാലും ഈ വർഗീയ കോമരങ്ങളെ മാറ്റി നിർത്താൻ കേരളത്തിന്റെ സമൂഹം ഇനിയും മുന്നിട്ടിറങ്ങേണ്ടതുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.